മാഷെ സംഭവം കാണിച്ചു തരാം. നമ്മളെ മെഷീനായിട്ട് പൈക്കളെ ഇറക്കുന്നുണ്ട്. വെറൈറ്റി ആണ്. മറ്റേ നമ്മള് കൈക്കറ വരുന്ന ഈ മെഷീനായിട്ട് നമുക്ക് കറന്നു നോക്കാം. വണ്ടിയെ കാണുന്നില്ല, പൈക്കളാക്കാൻ വേണ്ടിട്ടാണ്. മൊബൈൽ ഉപയോഗം കുറവാണോ? കുറവ് തന്നെയാണ്. ഇതിലൊക്കെ ആവുമ്പോ ഇതിലിങ്ങനെ എൻഗേജ് ആയിക്കും. സൈഡ് വാ. അനിയൻ ഫുൾ ടൈം ഉണ്ടാവോ? ഞാൻ ഉണ്ടാവലുണ്ട്. ആണല്ലോ. ഓനിപ്പോ എത്ര സ്കൂൾ പോണ്ടാ? ഓനിപ്പോ LKG കഴിഞ്ഞു, UKGക്ക്. നമ്മള് പവർ കുറച്ചോണ്ടിടല്. അതാകുമ്പോ അവർക്ക് പവർ വേനാവൂല. മറ്റേത് പല പവറിൽ പ്രഷറിൽ വരുമ്പോ മുറിയാവാൻ ചാൻസ്. നമ്മൾ പവർ കുറച്ചാണ് നമ്മൾ ഇടല്. അപ്പൊ ആദ്യം വാഷ് ചെയ്തിട്ടാണ്? ആദ്യം ഫുള്ള് വാഷ് ചെയ്യും. എന്നിട്ട് നമ്മള് അവിടെ ആക്കിയിട്ട് മെഷീൻ വെക്കലാണ്. നമുക്കൊരു കാക്ക വന്നാണ്, ഇടവണ്ണപ്പാറില് കാക്ക വന്നാണ്. പിച്ചാപ്പ് വാജി പറഞ്ഞ കാക്ക. നമ്മൾ സ്പോൺസർ ചെയ്ത നമ്മളെ വീഡിയോ കണ്ടിട്ടേ. ഏതാ സാധനം? മെഷീനോ? മെഷീന്. പാല് വിതരണം ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട്? പാല് വിതരണം നമ്മളെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ലോക്കൽസിലേക്കാണ്ട് പോകണ്ട്. മദ്രസ പോകണ്ടോ? മദ്രസ പോക്കുണ്ട്. സ്കൂൾ പോകണ്ട്. സ്കൂളുണ്ട്. ട്യൂഷന് പോകണ്ട്. സിവിൽ സർവീസ് കോച്ചിങ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത്രയും പശുക്കളെ നോക്കണുണ്ട്. കച്ചവടം ഉണ്ട്. കളിയുണ്ട് അല്ലേ? പയറ് മറ്റു പച്ചക്കറി കൃഷിയുണ്ട്. എത്ര ദിവസം? എല്ലാവർക്കും 24 മണിക്കൂർ. നിനക്ക് 48 മണിക്കൂറുണ്ടോ? ഇതെങ്ങനെ അവിശ്വസനീയമുള്ളതൊക്കെടാ നിന്റെ കാര്യത്തില്. കണ്ടെത്തണം. ഭയങ്കര അല്ലേ? നിലയിലെത്തിച്ച വാപ്പി അമ്മയാണ്. എല്ലാരും സപ്പോർട്ട് ഉണ്ട്. ഉമ്മാന്റെയും ഉപ്പാന്റെയും എല്ലാരും സപ്പോർട്ടാണ്. പേര് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്ക്. ഉപ്പാന്റെ പേരോ? സലീം. അല്ല, അറിയാത്തവർക്ക്. ഉമ്മാന്റെ പേര്? ഉമ്മാന്റെ പേര് ഫാത്തിമ. ഇത് എയർ പൈപ്പാണ്. മെഷീൻ നേരണ്ടേ? എയർ പൈപ്പാണല്ലേ? എയറാണുള്ളത്. കറന്നെടുക്കണ്ട് എയറിന്റെ ഇതിലേ. കാമ്പമ്മ കൊടുക്കണ്ട. ആദ്യം ഇതിങ്ങനെ തിരിച്ചിടണം. പിന്നെ അതിനടിയിൽ ഇത് സെറ്റ് ചെയ്യാണ്ട് ഫിറ്റ് ചെയ്യാലേ? ഇവിടെ അറിയാൻ പറ്റും പാല് വരണ്ടോ. അവിടെ അറിയാൻ പറ്റില്ല. തുടങ്ങിയാ? ഇപ്പൊ കറവ് തുടങ്ങില്ല. അതില് വരുന്നുണ്ടല്ലേ? അതാ. മെഷീനറി. ഇതുകൊണ്ട് ടൈം ഗുണം. നമുക്കിതാ ഒരു കാമ്പ് കറക്കണ നേരം കൊണ്ട് നമുക്ക് ഈ 4 കാമ്പ് നമുക്ക് കറന്നെടുക്കാം. അവർക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അതിപ്പോ കുട്ടി കുടിച്ചിന് അതേ ഫീലാണ് വരല് ഈ മെഷീൻ കറക്കുമ്പോ. ഫസ്റ്റ് നമ്മളൊരു കുട്ടി ആകുമ്പോ 5 ദിവസമൊക്കെ ആകുമ്പോ, ഒരു കുട്ടി പ്രസവിച്ചാല് 5 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മള് എന്ത് കൊടുക്കണം? കാഫ് സ്റ്റാർട്ടർ കൊടുക്കണം. കാഫ് സ്റ്റാർട്ടർ ആദ്യം 2-3 ദിവസം തിന്നൂല അവര്. പിന്നെ നമ്മളിങ്ങനെ മാറ്റി പുതിയത് വെച്ച് കൊടുക്കുമ്പോൾ അവർ തിന്നൽ തുടങ്ങും. പിന്നെ 3 മാസം വരെ നമ്മൾ കാഫ് സ്റ്റാർട്ടർ കൊടുക്കണം. പിന്നെ അതിന്റെ ശേഷം നമുക്ക് ഇതൊക്കെ ഏകദേശം 3 മാസം മുതൽ 6 മാസം വരെ ഉള്ളവർക്ക് നമ്മളെ ഹീഫർ കൊടുക്കണം. അല്ല, ഗ്രോവറ് ശേഷം പിന്നെ 6 മാസം കഴിഞ്ഞവർക്കാണ് പിന്നെ ഹീഫർ കൊടുക്കുക. പിന്നെ അതേമാതിരി പശു പ്രസവിക്കണ മുമ്പ് ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും. പശു പ്രസവിക്കണ ഒരു 15 ദിവസം മുമ്പ്. അപ്പം അതിനുള്ള ആ സമയത്തുള്ള തീറ്റ ക്ലോസപ്പ് എന്ന് പറഞ്ഞ തീറ്റ ഉണ്ട്. അപ്പം അത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മിൽക്കിംഗ് ഫീഡ് കൊടുക്കണം. അങ്ങനെയാണ് ഈ തീറ്റന്റെ മാനേജ്മെന്റ്. വേറെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വേറെ നമ്മൾ ഈ ക്ഷീരകർഷകർ മെയിനായിട്ട് നേരിടുന്ന പ്രശ്നം ഈ പാലിന് വില ഇല്ലാത്തതാണ്. അപ്പം നമ്മള് നാമമാത്ര പാലിന് വില മാത്രം കൂട്ടിയിട്ടുള്ളൂ. പേര് പറഞ്ഞ് മാത്രം കൂട്ടിയിട്ടുള്ളൂ. ശരിക്ക് നിലവിൽ കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് ശരിക്കും വേണ്ടിയത് ഒരു 10 രൂപയെങ്കിലും പാലിന്റെ പൈസ കൊടുക്കണം. പക്ഷെ നമുക്കത് ബാധിക്കൂല. നമ്മൾ ഫുള്ള് ലോക്കൽ സേ ചെയ്തുകൊണ്ട് വീടുകളിൽ എത്തിച്ചുകൊണ്ട് നമുക്കൊരു ലിറ്ററിന് 50 രൂപയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ 140 റുപ്യക്ക് പാൽ വിൽക്കാം. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ 10 ലിറ്റർ മോരുണ്ടാക്കാം. പാലിന് ഏകദേശം ഒരു പാലിന് 10 ലിറ്റർ മോരുണ്ടാക്കിയാൽ നമുക്കൊരു 500 ഗ്രാം നെയ്യ് കിട്ടും. 500 ഗ്രാം നെയ്യിന് നമുക്ക് 900 രൂപ വരെ പൈസ കിട്ടും. അങ്ങനെയെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 140 റുപ്യ ഒരു ലിറ്ററിന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിലും ബാക്കി ഉണ്ടെങ്കിലാണ് 40-42 റുപ്യക്ക് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. പുതിയ പാല് കറക്കാനുള്ള പുതിയ മെറ്റീരിയൽസ് ഒക്കെ കണ്ടെത്തി അല്ലേ? എങ്ങനെ ഇതിനൊക്കെ നീ സമയം കണ്ടെത്തണേ? സമയം നമ്മളുള്ള സമയത്തിലെല്ലാം കൂടി പശുക്കളും കൃഷിയും എല്ലാം കൂടി പോകും. ഇതെന്താടാ അപ്പൊ പറിച്ചാ? നിങ്ങള് കൃഷി പെട്ടന്നെ ഇതെവിടക്കുള്ളതാ? ആണോ? മാഷാ അല്ലാ. അല്ല, എന്താണ് നിനക്ക്? എന്താ വേറെന്താ സാധനം ഉണ്ടല്ലോ? ലാസ്റ്റ് കട്ടാണ്. പൊട്ടിച്ചതും ഉണ്ട്, തൊലിച്ചതും ഉണ്ട്.